بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, വാത്സല്യനിധികളായ കുഞ്ഞുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൂടുതലായി നിത്യവും പറയുന്നില്ല, രണ്ട് ദിക്റുകൾ ഇന്ന് പറഞ്ഞ് നേരെ അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ ഒരു അമലാക്കി മാറ്റുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 7-ാം ദിവസമാണ് ഇന്ന്. സയ്യിദ് അലവി മംബ്രമി തങ്ങളുടെ ആണ്ടിൻ്റെ ദിവസവും കൂടിയാണ് ഇന്ന്. എല്ലാവരും മഹാന്റെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. മഹാന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ പൂർത്തിയാക്കി തരുമാറാവട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا جاد يا جنا يا الله ملك الجبار يا الله മരണക്കടലായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കി സലാമത്ത് നൽകണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ, കടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. കടക്കാരനായി ജീവിപ്പിച്ച് കടക്കാരനായി ഞങ്ങളെ നീ മരിപ്പിക്കരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അല്ലാഹ്. അവിടുത്തെ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ, ഞങ്ങളെ ആരും ഇല്ലാത്തടത്ത് വെച്ച് മരിപ്പിക്കല്ല അല്ലാഹ്. ഒരിക്കലും ഒരു ദുർമരണം നൽകല്ല അല്ലാഹ്. കത്തിക്കരിഞ്ഞ മയ്യത്തുകൾ ആക്കല്ല അല്ലാഹ്. റോഡരികിൽ നിന്ന് വാരിയെടുക്കുന്ന മരണമാക്കല്ല അല്ലാഹ്. ദിവസങ്ങളോളം ഐസ് പെട്ടിയിൽ സൂക്ഷിക്കുന്ന മയ്യത്താക്കല്ല അല്ലാഹ്. വെട്ടിമുറിച്ച് പരിശോധിക്കുന്ന മയ്യത്തുകളാക്കല്ല അല്ലാഹ്. എപ്പോൾ ഇവിടെ വെച്ച് മരിച്ചാലും ഈമാനോട് കൂടിയുള്ള മരണം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. വിവാഹം ശരിയാവാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനായ അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്.
റഹ്മാനായ റബ്ബേ, മക്കള് സ്വാലിഹത്തായ മക്കളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ ഔലിയാക്കന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ചാരത്ത് അന്തി ഉറങ്ങുന്ന സഹാബത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ശുഹദാക്കളുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, എല്ലാം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മക്കളെ സ്വാലിഹത്തായ മക്കളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, സുഖപ്രസവം നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. കണ്ണെത്താ ദൂരം വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്നേഹമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്ന് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് മുഹറം 9 ഉം 10. അതിന് സുന്നത്ത് നോമ്പ്, മുഅക്കദായ സുന്നത്ത് നോമ്പുകളാണ്. പരിശുദ്ധമായ റമളാനിന് ശേഷം ശ്രേഷ്ഠതയുള്ള നോമ്പാണ് പരിശുദ്ധമായ മുഹറം മാസത്തിലെ നോമ്പ്. ഷഹറുല്ലാഹ്, അല്ലാഹുവിൻ്റെ മാസമാണ്. അല്ലാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലുള്ള 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അതിൽ മുഅക്കദായ സുന്നത്ത് മുഹറം 9 ഉം 10 ഉമാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോടൊന്ന് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിച്ചവരാണ്. ഇൻഷാ അല്ലാഹ്, ഞാൻ നിങ്ങളെല്ലാവരും ഇൻഷാ അല്ലാഹ് മുഹറം 9 ഉം 10 ഉം നോമ്പ് നോൽക്കുക. ആദ്യം നിന്നോടും പിന്നെ നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. എല്ലാവരും നോമ്പ് നോക്കുന്നവരാണെന്നറിയാം, എന്നാൽ ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രം. ഇൻഷാ അല്ലാഹ് ആർക്കും അറിയാത്തതും ഇല്ല എന്ന് എനിക്കറിയാം. ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് ക്ലാസ്സുകളിലൂടെ ദിവസവും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളത് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു ഇസ്മാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 ഇസ്മുകളിൽ, നാമങ്ങളിൽ ഒരു ഇസ്മാണ്. അത് വ്യാഴാഴ്ച ദുഹ നിസ്കരിച്ച് 500 തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വ്യാഴാഴ്ച ദുഹ നിസ്കരിച്ചതിന് ശേഷം ഈ ഇസ്മ 500 തവണ ചൊല്ലുക, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ഏതാണ് ഇസ്മ? യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്. ഈ ഇസ്മിനെ വ്യാഴാഴ്ച ദുഹ നിസ്കാരത്തിന് ശേഷം 500 തവണ ചൊല്ലിയാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് ചൊല്ലി ദുആ ചെയ്ത് നോക്കൂ, ഉത്തരം കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഒരു ചെറിയൊരു ഇസ്മാണ്, ദിക്റാണ് അടുത്തത്. അത് പറഞ്ഞത് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ പ്രഭാതത്തിൽ
3 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ 70 പരീക്ഷണങ്ങൾ അള്ളാഹു അവനിൽ നിന്ന് തിരിച്ചു കളയുന്നതാണ്. ഈ ദിക്ർ പ്രഭാതത്തിൽ രാവിലെ ഒരാൾ ചൊല്ലിയാൽ മൂന്ന് തവണ പ്രഭാതത്തിൽ ചൊല്ലിയാൽ അവൻ്റെ 70 പരീക്ഷണങ്ങൾ അള്ളാഹു എന്താണ് മാറ്റിക്കൊടുക്കുന്നതാണ്, തിരിച്ചു കളയുന്നതാണ്. ഈ ദിക്ർ 70 പ്രാവശ്യം 3 പ്രാവശ്യം ഒരാൾ രാവിലെ ചൊല്ലിയാൽ അവൻ്റെ 70 പാപങ്ങൾ അള്ളാഹു തടയുന്നതാണ്, തിരിച്ചു കളയുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. ഹബീബുനാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ ഉമ്മത്തിന് വേണ്ടി പറഞ്ഞു തന്ന ഒരു ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഈ ഇസ്മ 3 പ്രാവശ്യം എന്നും നമ്മൾ ചൊല്ലിയാൽ സുബഹിക്ക് എണീക്കുന്ന സമയത്ത്, തഹജ്ജുദ് എണീക്കുന്ന സമയത്ത്, നമ്മൾ രാവിലെ നമ്മൾ എപ്പോഴാണോ രാവിലെ നമ്മൾ എണീക്കുന്നത് ആ സമയത്ത് ഇത് ചൊല്ലിയാൽ, രാവിലെ ചൊല്ലിയാൽ 70 പരീക്ഷണങ്ങൾ അവനിൽ നിന്ന് തിരിച്ചു കളയുന്നതാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഏറ്റവും ചെറുത് ടെൻഷനാണെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഒരാൾ പ്രഭാതത്തിൽ 3 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന ഈ ദിക്ർ 3 തവണ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ 70 പരീക്ഷണങ്ങൾ അള്ളാഹു അവനിൽ നിന്ന് തിരിച്ചു കളയുന്നതാണ്. അതിൽ ഏറ്റവും ചെറുത് ടെൻഷനാകുന്നു. ടെൻഷൻ എന്താണ് മാറ്റി എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. ഇൻഷാ അല്ലാഹ് ഈ 2 ദിക്റുകളും നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ അംബിയ ഔലിയാക്കന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സാലിഹത്തായ അമലാക്കി മാറ്റുമാറാട്ടെ. ഇത്രയും കാലം നമ്മൾ ചെയ്ത അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും നല്ല നല്ല അറിവുകൾ പകർന്നു തരുവാനും നിങ്ങൾ കേൾക്കുവാനും നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ വന്നു പോയ എല്ലാ പോരായ്മകളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള കാലം നല്ല നിലയ്ക്ക് ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഉമ്മത്തീങ്ങളിൽ അല്ലാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. അതുപോലെ എല്ലാവരുടെ ഈ മജ്‌ലിസ് കാണുന്ന എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു തീർത്തു സലാമത്ത് നൽകുമാറാവട്ടെ. മഹാന്മാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, മമ്പുറന്തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ലോകത്തിൻ്റെ അങ്ങും പല ഭാഗങ്ങളിൽ അന്ത്യവിശ്രമങ്ങളുള്ള നിരവധി ഔലിയാക്കന്മാരുണ്ട്. അവിടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രയാസങ്ങൾ, ടെൻഷൻ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം ശിഫയാക്കി പെരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ.
ഇൻഷാ അല്ലാഹ് എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുമെന്നും വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ നിങ്ങൾക്ക് ഈ ദിക്റും സലാത്തും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എത്തിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന ഒരു നന്മ കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നത് മരിച്ചാലും നമ്മളിലേക്ക് അവർ എന്നൊക്കെയോ ഈ ദിക്ർ എപ്പോഴൊക്കെയാണോ ചൊല്ലുന്നത് അവർ ചൊല്ലുന്നിടത്തോളം കാലം അതിൻ്റെ പ്രതിഫലം നമ്മളിലേക്ക് എത്തുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊരു സലാത്ത് അല്ലെങ്കിൽ ഒരു ദിക്ർ പറഞ്ഞു കൊടുത്താൽ അവർ അത് ചൊല്ലുന്ന സമയം മുതൽ അവരുടെ നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ചൂണ്ടലിൻ്റെ ഒരു അമലാണ് ഷെയർ ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നല്ല അറിവുകൾ പകരുവാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എല്ലാ ദിവസങ്ങളിലും ദുആ ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകളും നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മുടെ ദുആകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.